ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് പുലാവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു കടായി വയ്ക്കുക. ആ കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് കഴുകിയെടുക്കുക. ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. പിന്നെ കൈ കൊണ്ട് തിരുമ്പി കഴുകരുത്, അരി പൊട്ടിപ്പോവും കേട്ടോ. നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എടുത്ത് വെക്കുക. നമുക്ക് വേണ്ട മസാലകൾ എടുക്കുക. ഞാൻ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കടായി വയ്ക്കുക. ആ കടായിലേക്ക് വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ ടേസ്റ്റ്. ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ആ നെയ്യിൽ കിടന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. 2 മിനിറ്റ് ഒന്ന് നെയ്യിൽ കിടന്നൊന്നും വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വെച്ച അരി ഉണ്ടല്ലോ, നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച അരി, ആ അരിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ ലേശം ചേർത്തി കൊടുക്കുക. ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിരുന്നിട്ടത് വെന്ത് വരട്ടെ കേട്ടോ. അതൊന്ന് അടച്ചു വെക്കാം. പിന്നെ നമ്മൾ ചേർക്കണത് ഒരു അരക്കപ്പ് പാലാണ്. ഇത് സാധാരണ പാലാണ്. നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. ഇത് വളരെ എളുപ്പമാണല്ലോ. പാൽ നമ്മുടെ വീട്ടിലുണ്ടാവില്ല, അത് ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു കടായി വെക്കുക. ആ കടായിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കരിക്കാതെ വറുത്ത് കോരി നമ്മളുടെ പുലാവിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. പോമോഗ്രാനൈറ്റ് സീഡ്സ് നമുക്കതിലിട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു റൈത്ത റെഡിയാക്കണം. ആ റൈത്തയിൽ നമ്മൾ കുറച്ച് മല്ലിയില തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോമഗ്രാനൈറ്റ് സീഡ്സൊക്കെ ഓപ്ഷനിലാണ്, പക്ഷെ ചേർത്തിയാൽ നല്ല ടേസ്റ്റാണേ. അങ്ങനെ സൂപ്പറായിട്ടുള്ള നമ്മളുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് റൈത്തയ്ക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുലാവും റൈത്തയും റെഡി ആയിട്ടുണ്ട്. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ കേമായില്ലേ. അപ്പോൾ ഇത് തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പറ്റുന്നതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ ഈ പുലാവ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് അരി തിരുമ്പി കഴുകരുത്, അത് പൊട്ടിപ്പോവും കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.